1971 ഡിസംബർ 24 ക്രിസ്മസ് തലേന്ന് 3000 മീറ്റർ, അതായത് ഏകദേശം 10,000 അടി ഉയരത്തിൽ പറക്കുന്ന ലാൻസ ഫ്ലൈറ്റ് 508 പെട്ടെന്നാണ് മിന്നലേറ്റ് ആ വിമാനം ആകാശത്ത് വെച്ച് രണ്ടായി പിളർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 91 യാത്രക്കാരും താഴേക്ക് പതിച്ചു. എന്നാൽ സീറ്റ് ബെൽറ്റ് പോലും അഴിക്കാൻ കഴിയാതെ ആ ഒരൊറ്റ വിമാന സീറ്റിൽ കെട്ടിയിട്ട നിലയിൽ 10,000 അടി മുകളിൽ നിന്ന് താഴേക്ക് വീണ ജൂലിയൻ കോപ്കെ എന്ന 17-കാരി പെൺകുട്ടി മാത്രം മരിച്ചില്ല. ഭൂമിയിലെ ഏറ്റവും ഭീകരമായ വിഷപ്പാമ്പുകളും മുതലകളും നിറഞ്ഞ ആമസോൺ മഴക്കാടുകളുടെ നടുവിലേക്കാണ് അവൾ വീണത്. തുടർന്ന് അവിടെ നടന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത 11 ദിവസത്തെ അത്ഭുത അതിജീവന കഥയാണ്. കണ്ണു തുറക്കുമ്പോൾ ആമസോൺ കാട്ടിലെ കൂരിരുട്ടിൽ നിലത്തു കിടക്കുകയായിരുന്നു ജൂലിയൻ. കോളർ ബോൺ തകർന്നിട്ടുണ്ട്, വലതുകണ്ണിൽ കടുത്ത മുറിവ്, കാലിൽ ആഴത്തിലുള്ള ക്ഷതം. അത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും അവൾ ജീവനോടെ ഇരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൾ ഇരുന്ന വിമാന സീറ്റുകൾ വീഴ്ചയുടെ വേഗത കുറച്ചു. അതിലുപരി ആമസോണിലെ വൻമരങ്ങളുടെ കൂട്ടങ്ങൾ ആ സീറ്റിനെ താങ്ങി നിർത്തി. കൂടെയുണ്ടായിരുന്ന അമ്മയടക്കം ബാക്കി 91 പേരും മരണപ്പെട്ടു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവൾക്ക് ആകെ കിട്ടിയത് ഒരു പാക്കറ്റ് മിഠായി മാത്രമായിരുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ നരകം തുടങ്ങുന്നത്. അവളുടെ ഒരു കാലിലെ ചെരുപ്പ് നഷ്ടപ്പെട്ടിരുന്നു. കണ്ണട പോയതിനാൽ കാഴ്ചയും മങ്ങി. ആ അവസ്ഥയിൽ ഒരു പാക്കറ്റ് മിഠായി മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് അവൾ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അവിടെ കാത്തിരുന്നത് വിഷപ്പാമ്പുകളും മാംസഭോജികളായ ഉറുമ്പുകളും മുതലകളുമായിരുന്നു. കാഴ്ചയില്ലാത്ത ഒരു കണ്ണുമായി പഴുത്തു തുടങ്ങിയ മുറിവുകളോടെ അവൾ കാട്ടിലൂടെ ഇഴഞ്ഞു നീങ്ങി. അവളുടെ കയ്യിലെ മുറിവിൽ ഈച്ചകൾ മുട്ടയിട്ട് പുഴുക്കൾ മാംസം തിന്നാൻ തുടങ്ങിയിരുന്നു. തന്റെ അച്ഛൻ പകർന്നു നൽകിയ ഒരു ജീവൻ രക്ഷാ ഉപദേശം മാത്രമാണ് ആ 17-കാരി മനസ്സിൽ ഓർത്തത്. കാട്ടിൽ വഴിതെറ്റിയാൽ ചെറിയൊരു അരുവി കണ്ടെത്തുക, അത് വലിയൊരു പുഴയിലേക്ക് നയിക്കും, പുഴകൾ മനുഷ്യരിലേക്ക് എത്തിക്കും. അച്ഛന്റെ വാക്കുകേട്ട് അവൾ ഒരു കുഞ്ഞു അരുവിയെ പിന്തുടർന്ന് നടന്നു. നദിയിലൂടെ നീന്തുമ്പോൾ വശങ്ങളിൽ ഭീമൻ മുതലകൾ കിടപ്പുണ്ടായിരുന്നു. എങ്കിലും അവൾ പിന്തിരിഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് സ്വന്തം മുറിവിലൊഴിച്ച് വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞുകൊണ്ട് അവൾ തന്നെത്താൻ പുഴുക്കളെ പുറത്തെടുത്തു. അങ്ങനെ 11-ാം ദിവസം വനത്തിലൂടെ ഒഴുകുന്ന പുഴയോരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ചെറിയ ബോട്ട് അവൾ കണ്ടു. അതിനടുത്ത് ഒരു ചെറിയ കുടിലും. മരം വെട്ടുകാരായ തദ്ദേശീയർ ആ കുടിലിൽ എത്തിയപ്പോൾ കണ്ടത് മൃതദേഹം പോലെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അവർ ഉടൻ തന്നെ അവളെ പ്രാഥമിക ചികിത്സ നൽകി നഗരത്തിലെ ആശുപത്രിയിൽ എത്തിച്ചു. 10,000 അടി ഉയരത്തിൽ നിന്ന് വീണിട്ടും ആമസോൺ കാടിന്റെ ഭീകരതയോട് 11 ദിവസം പോരാടി ജയിച്ച ജൂലിയൻ കോപ്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു പ്രമുഖ ബയോളജിസ്റ്റായി. മരണത്തിന്റെ വായിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ പെൺകുട്ടിയുടെ മനോധൈര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തൂ.